നിങ്ങളുടെ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഈ അടുത്ത കാലത്ത് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകാം. പമ്പുകളിൽ കിട്ടുന്ന 20% എത്തനോൾ കലർത്തിയ പെട്രോൾ അടിച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ കരിഞ്ഞു പോകും, ഇൻഷുറൻസ് കിട്ടില്ല, സർക്കാർ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇങ്ങനെ പോകുന്നു ആ സന്ദേശങ്ങൾ. ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം പെട്രോൾ പമ്പുകളിലും E20 അതായത് 20% എത്തനോൾ ചേർത്ത ഇന്ധനമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ശാസ്ത്രീയമായ വസ്തുതകൾ മുൻനിർത്തി ഈ ഇന്ധനത്തെക്കുറിച്ചുള്ള പ്രധാന മിഥ്യാധാരണകൾ നമുക്ക് പരിശോധിക്കാം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് എഥനോൾ ഇന്ധനം എഞ്ചിൻ നശിപ്പിക്കുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം ഇതിന് നേരെ വിപരീതമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ എഥനോൾ ഒരു ഹൈ ഒക്ടേൻ ഇന്ധനമാണ്. സാധാരണ പെട്രോളിൻ്റെ ഒക്ടേൻ റേറ്റിംഗ് 84.4 ആണെങ്കിൽ എഥനോളിൻ്റേത് 108.5 ആണ്. പെട്രോളിലേക്ക് എഥനോൾ ചേർക്കുമ്പോൾ ഇന്ധനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒക്ടേൻ റേറ്റിംഗ് 95ലേക്ക് ഉയരുന്നു. ഇത് ആധുനിക എഞ്ചിനുകളിൽ കൂടുതൽ സുഗമമായ കംപ്രഷന് സഹായിക്കും. വാഹനം നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ SIAM വ്യക്തമാക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ പെർഫോമൻസ് കൂട്ടുകയും പുക മലിനീകരണം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ഏജൻസിയായ ARAI ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും വാഹന നിർമ്മാതാക്കളുമായി ചേർന്ന് നടത്തിയ വമ്പൻ പഠനങ്ങളുടെ ഡേറ്റ പരിശോധിക്കാം. ലബോറട്ടറികളിലെ നിയന്ത്രിത സാഹചര്യങ്ങളിൽ 3 വർഷം മുതൽ 10 വർഷം വരെ പഴക്കമുള്ള വ്യത്യസ്ത വാഹനങ്ങൾ തിരഞ്ഞെടുത്താണ് അവർ പരീക്ഷണങ്ങൾ നടത്തിയത്. ആദ്യം എഞ്ചിൻ പെർഫോമൻസ്. ഈ ഔദ്യോഗിക പരീക്ഷണങ്ങളിൽ ഒരിടത്ത് പോലും എഞ്ചിൻ പ്രവർത്തനരഹിതമാകുകയോ വണ്ടി നിന്നു പോവുകയോ എഞ്ചിൻ ഭാഗങ്ങൾക്ക് അസാധാരണമായ തേയ്മാനം സംഭവിക്കുകയോ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. പരീക്ഷണങ്ങളിൽ വാഹനങ്ങളിലെ ലോഹഭാഗങ്ങൾക്കോ പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്കോ എഥനോൾ കാരണം യാതൊരുവിധ കേടുപാടുകളും തുരുമ്പോ സംഭവിച്ചിട്ടില്ലെന്ന് ARAI വ്യക്തമാക്കുന്നു. പ്രമുഖ കമ്പനിയായ മാരുതി സുസുക്കി തങ്ങളുടെ സർവീസ് ഡേറ്റ പങ്കുവച്ചുകൊണ്ട് വ്യക്തമാക്കിയത് 2025-26 സാമ്പത്തിക വർഷത്തിൽ അവർ സർവീസ് ചെയ്ത 2.84 കോടി വാഹനങ്ങളിൽ പകുതിയിലധികവും പഴയ E10 വാഹനങ്ങളായിരുന്നു എന്നാണ്. എന്നിട്ടും ഇതിലൊന്നും എഥനോൾ കാരണം ഒരു എഞ്ചിൻ കേടുപാട് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എഥനോളിൻ്റെ ഊർജ്ജമൂല്യം പെട്രോളിനേക്കാൾ അല്പം കുറവാണ്. അതുകൊണ്ട് ചില വാഹനങ്ങളിൽ ചെറിയ തോതിൽ മൈലേജിൻ്റെ വ്യത്യാസം അനുഭവപ്പെടാം. എന്നാൽ ARAI റോഡ് ടെസ്റ്റുകളിൽ കണ്ടെത്തിയത് വളരെ പഴയ എഞ്ചിനുകളിൽ പോലും വെറും 2 മുതൽ 6% വരെ മാത്രമാണ് ഇന്ധനക്ഷമതയിൽ വ്യത്യാസം വരുന്നത് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ 1 ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജ് തരുന്ന കാറാണെങ്കിൽ കഷ്ടിച്ച് 0.6 കിലോമീറ്ററിൻ്റെ മാത്രം കുറവ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ശീലങ്ങളും ടയർ പ്രഷറും എയർ കണ്ടീഷണറിൻ്റെ ഉപയോഗവുമാണ് ഇന്ധനക്ഷമതയെ ഇതിനേക്കാൾ സ്വാധീനിക്കുന്നത്. അതിനേക്കാൾ ഉപരി എഥനോളിൻ്റെ ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് എഞ്ചിന് മികച്ച ആക്സിലറേഷനും സുഗമമായ പെർഫോമൻസും സമ്മാനിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. അടുത്ത വലിയ പേടി E20 പെട്രോൾ അടിച്ച് വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ കൈമലർത്തും, കമ്പനി വാറണ്ടി തരില്ല എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വ്യാജ പ്രചരണമാണിത്. ഗവൺമെൻറ്റും വാഹന നിർമ്മാതാക്കളും ഇൻഷുറൻസ് കമ്പനികളും ഇത് ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. E20 ഇന്ധനം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമിനെയോ കമ്പനി വാറണ്ടിയെയോ ഒരു തരത്തിലും ബാധിക്കില്ല. മാരുതി സുസുക്കി പോലുള്ള പ്രമുഖ കമ്പനികൾ തങ്ങളുടെ കോടിക്കണക്കിന് വാഹനങ്ങൾ എക്സ്റ്റൻസീവ് ടെസ്റ്റിംഗ് വിധേയമാക്കിയ ശേഷമാണ് ഇത് ഉറപ്പു നൽകുന്നത്. മറ്റൊരു ആക്ഷേപം എഥനോളിന് പെട്രോളിനേക്കാൾ വില കുറവായതുകൊണ്ട് ഇന്ധനവില കുറയ്ക്കണമെന്നും സർക്കാർ ഈ ലാഭം പോക്കറ്റിലാക്കുകയാണ് എന്നുമാണ്. ഇതിനായി ചിലർ 2020-21 നീതി ആയോഗ് റിപ്പോർട്ട് തെറ്റായി ഉദ്ധരിക്കാറുണ്ട്. യാഥാർത്ഥ്യം മറിച്ചാണ്. അക്കാലത്ത് എഥനോളിന് വില കുറവായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇന്ന് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയത് മൂലം എഥനോൾ ഉൽപ്പാദന ചിലവ് ശുദ്ധീകരിച്ച പെട്രോളിനേക്കാൾ കൂടുതലാണ്. എന്നിട്ടും സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ ഊർജ്ജ ഭദ്രതയ്ക്കും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേണ്ടിയാണ്. ഇതിലൂടെ പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ നാണ്യമാണ്
രാജ്യത്തിന് ലഭിക്കുന്നത്. എഥനോൾ നിർമ്മാണ പ്ലാന്റുകൾ വലിയ തോതിൽ വെള്ളം ചൂഷണം ചെയ്യുന്നു എന്നൊരു പ്രചാരണമുണ്ട്. എന്നാൽ ആധുനിക ഡിസ്റ്റിലറികൾ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1 ലിറ്റർ എഥനോൾ നിർമ്മിക്കാൻ വെറും 3 മുതൽ 5 ലിറ്റർ വരെ പ്രോസസ്ഡ് വാട്ടർ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് കൃഷിയുടെ മൊത്തം ജല ഉപയോഗം എഥനോളിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് തെറ്റാണ്. ഇത് കർഷകർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഇന്ത്യ വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. എഥനോൾ ഉപയോഗം വർദ്ധിപ്പിക്കുന്നത് വിദേശ നാണയ ചെലവ് കുറയ്ക്കാനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതോടൊപ്പം കാർഷിക മേഖലയ്ക്കും പുതിയ വിപണി ലഭിക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. ഇത്രയും പറയുമ്പോൾ E20ക്ക് യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നല്ല അർത്ഥം. വെല്ലുവിളികൾ തീർച്ചയായും ഉണ്ട്. രാജ്യത്തുടനീളം E20 വിതരണം ഉറപ്പാക്കണം. എല്ലാ വാഹനങ്ങളും E20 കോമ്പാറ്റിബിൾ ആക്കണം. എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. ഭക്ഷ്യവിളകളും ഇന്ധനവിളകളും തമ്മിലുള്ള സന്തുലനം നിലനിർത്തണം. അതുകൊണ്ട് E20 ഒരു രാത്രി കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയല്ല, ഘട്ടം ഘട്ടമായുള്ള മാറ്റമാണ് ആവശ്യം. ചുരുക്കത്തിൽ അമേരിക്കയും ബ്രസീലും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകത്തെ വൻകിട ശക്തികളെല്ലാം വിജയകരമായി നടപ്പിലാക്കിയ ഒരു ആഗോള ഇന്ധന തന്ത്രമാണ് ഇന്ത്യയും പിന്തുടരുന്നത്. വ്യാജ സന്ദേശങ്ങൾ വിശ്വസിച്ച് ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കുമുള്ള ഇന്ത്യയുടെ കുതിപ്പാണിത് എന്ന് മറക്കാൻ പാടില്ല.